അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ഈ OnePlus 11ൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്, ഒരു ഹാൻഡ്സ് ഓൺ ഡീറ്റെയിൽഡ് അൺബോക്സിങ്. അങ്ങനെ നമുക്കിത് ഒരുമിച്ച് ഉപയോഗിച്ച് തുടങ്ങാം. ഇതിൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. ഇങ്ങനെയാണ് OnePlusൻ്റെ ഈ ഒരു 11 എന്ന ഫോണിൻ്റെ ബോക്സ് വരുന്നത്. ഫ്രണ്ടിൽ 11 എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെ OnePlus ഹാസൽബ്ലാഡിൻ്റെ ആ ഒരു കൊളാബറേഷൻ കാണിക്കാനായിട്ട് അവിടെ 2 പേരും എഴുതിയിട്ടുണ്ട്. ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെയും OnePlus എന്ന് എഴുതിയിട്ടുണ്ട് 5G. അതേപോലെ തന്നെ ഈ സൈഡിലും OnePlus 11 5G എന്ന് എഴുതിയിട്ടുണ്ട്. പുറകിലോട്ട് നമുക്കതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനിനി അതൊന്നും വായിക്കുന്നില്ല. എന്തായാലും ഇതിൻ്റെ പുറകിൽ വലിയൊരു സന്തോഷമുള്ള കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. പവർ അഡാപ്റ്റർ, അതായത് ചാർജിങ് ബ്രിക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് പൊട്ടിക്കുകയാണ്. ഇത്തരത്തിൽ ഇവിടെ തുറക്കാനായിട്ടൊരു പുള്ളർ തന്നിട്ടുണ്ട്. തുറന്ന് വരുമ്പോൾ നെവർ സെറ്റിൽ എന്നുള്ളൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതായിരിക്കുന്നു ഇവനാണ് നമ്മളുടെ താരം. ഓക്കെ, ഞാൻ ഈ ഫോണൊന്ന് മാറ്റി വെക്കുകയാണ്. വലിയൊരു അഡാപ്റ്ററാണ്, നല്ല കനമുണ്ട്. 100 വാട്ടിൻ്റെ ഏകദേശം ഒരു 100 ഗ്രാമിന് മുകളിൽ കനം. ഫോണിനേക്കാളും കനം ഈ ഒരു ചാർജിങ് ബ്രിക്കിനുണ്ട്. ഓക്കെ, ഇവിടെ കേബിളുണ്ട്. അതേ നമ്മളുടെ പണ്ടത്തെ ആ ഒരു OnePlusൻ്റെ ആ ഒരു റെഡ് കളേർഡ് കേബിള്. ഓക്കെ, അപ്പോൾ നമുക്കിത് രണ്ടും ഇവിടെ തിരിച്ച് വെക്കാം. ഇനി ബോക്സിൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ബോക്സിൻ്റെ ഉള്ളിൽ OnePlusൻ്റെ ഒരു കേസ് വരുന്നുണ്ട്. നല്ല റബ്ബർ, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു റബ്ബറാണ്. എന്തായാലും വൈറ്റ് അല്ല, അതുകൊണ്ട് ആ ഒരു യെല്ലോ കളർ ആകും എന്നുള്ളൊരു പേടി വേണ്ട. കുറച്ച് സ്റ്റിക്കറുകൾ, OnePlusൻ്റെ കുറച്ച് സ്റ്റിക്കറുകളുണ്ട്. പിന്നെ കുറച്ച് പേപ്പറും റെഡ് കേബിളിൻ്റെ ക്ലബിൻ്റെ ആ ഒരു കാർഡുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ബോക്സിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എടുത്തു വെക്കാം. നേരെ നമുക്ക് ഫോൺ എടുക്കാം. ഓക്കെ, പുറകിൽ വരുന്നത് ഒരു പ്രത്യേകതരം ഡിസൈൻ. നമ്മൾ OnePlus 9RTയിലെല്ലാം കണ്ട ഫിംഗർ പ്രിൻ്റ് ഒന്നും ആവാത്ത ടൈപ്പ് ഒരു ഡിസൈനാണ് വരുന്നത്. നല്ല ഡിസൈനാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 9RTയിൽ ഞാൻ ഇത്തരത്തിലുള്ള ഡിസൈൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രീനിൻ്റെ മുകളിൽ ഓൾറെഡി സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. അത് ടെമ്പേർഡ് ഗ്ലാസ് ഒന്നുമല്ല, നോർമൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പേപ്പർ പോലത്തെ ഒരു കോട്ടിംഗ് ഉണ്ട് എന്ന് മാത്രം. ഓക്കെ, മുകളിലോട്ട് വന്ന 2 ആൻറ്റിന ഗ്രില്ല്, ഇവിടെ ആൻറ്റിനയുടെ ഇത് കാണാം. അതേപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷൻ്റെ ഒരു ഹോള് കാണാം. ഇവിടെ ഒരു ഹോള് കൂടെ ഉണ്ട്, അതെന്താണ് ആവോട്ടാ. ഓക്കെ, സൈഡിലും അതേപോലെ തന്നെ ഇവിടെ വോളിയം റോക്കേഴ്സ് ഈ ഒരു സൈഡിലാണ്. സിമ്മ് താഴെയാണ്. ടൈപ്പ് C പോർട്ടുണ്ട്, സ്പീക്കർ ഗ്രില്ലുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ അലേർട്ട് സൈഡർ ഉണ്ട് റൈറ്റ് സൈഡിൽ. അപ്പോൾ അലേർട്ട് സൈഡർ തിരിച്ച് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ മോഡലിൽ അവർ നിർത്തിയിരുന്നു, പക്ഷേ ഈ ഒരു 11ൽ അതും തിരിച്ച് വന്നിരിക്കുകയാണ്. താഴെ പവർ ബട്ടൺ. ഓക്കെ, ഇതിൻ്റെ ഹാൻഡ്സ് ഓൺ ഫീൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രസമുണ്ട് കേട്ടോ. ഇത്രയും വലിയ ഫോണാണ്, 6.7 ഇഞ്ചിൻ്റെ ഫോണാണ് എന്നുള്ളത് ശരിക്കും തോന്നുകയില്ല. നല്ല വെൽ ബാലൻസ്ഡ് ആണ്. ഇത്രയും വലിയൊരു മൊഡ്യൂളോ കാര്യങ്ങളോ ഉണ്ട് എന്നുള്ളതൊന്നും നമുക്ക് തോന്നില്ല. നല്ല രസമായിട്ട് തന്നെയുണ്ട്. ആ ഒരു വെയിറ്റ് പക്കാ ബാലൻസ്ഡ് ആണ്. ഓക്കെ, ഞാൻ ഈ കേസിലോട്ടൊന്ന് ഇടുകയാണ്. ഓക്കെ, കേസിലേക്ക് വരുമ്പോഴും ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു കേസാണ് കേട്ടോ, അത്ര മോശമൊന്നുമില്ല. പക്ഷെ വലിയൊരു ക്വാളിറ്റി ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഒരു മീഡിയം ക്വാളിറ്റി വരുന്ന ഒരു കേസാണ്. അത്യാവശ്യം ക്യാമറ ബമ്പ് എല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. ഈ ഒരു കേസ് ഇടുമ്പോൾ അവിടെ താഴെ വെക്കുമ്പോഴൊന്നും സ്ക്രാച്ച് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമുക്കിനി ഇത് മെല്ലെ ബൂട്ട് ചെയ്യാം. ഫോൺ ഓൺ ആക്കാം. ആഹാ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ബാക്കി കാര്യങ്ങൾ ഞാനിതിൻ്റെ ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളിലോട്ട് വരാം.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അൺബോക്സിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഓക്കെ, നല്ല എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചാർജർ ഉണ്ട്, അതേപോലെ തന്നെ കേസ് വരുന്നുണ്ട്, കുറച്ച് സ്റ്റിക്കറുകളും പേപ്പർ വർക്കുകളും, അങ്ങനെ നല്ലൊരു അൺബോക്സിങ് എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്കിവിടെ കിട്ടിയത്. അപ്പോൾ ഫോണിൻ്റെ ആ ഒരു ബേസിക് സെറ്റപ്പ് എല്ലാ പരിപാടികളും കഴിഞ്ഞു. അതിൽ തുടക്കം തന്നെ നമുക്ക് ആ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് എത്രത്തോളം സ്പീഡ് ഉണ്ട് എന്നുള്ളത് നോക്കാം. ഞാനും ഫസ്റ്റ് ടൈമാണ് ജസ്റ്റ് സെറ്റപ്പ് ചെയ്തു. എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അത്യാവശ്യം സ്പീഡാണ്, ഫിംഗർ പ്രിൻ്റ് അത്യാവശ്യം നല്ല സ്പീഡാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഇതിൻ്റെ ഫേസ് അൺലോക്കിൻ്റെ കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാനായിട്ട്. ഞാനിവിടെ എൻ്റെ ഫേസ് ആഡ് ചെയ്യുകയാണ്. ഇവിടെ ആഡ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഇതിലോട്ട് എൻ്റെ ഫേസ് ഇതിൽ വെക്കണം. ഓക്കെ, ഓൾറെഡി വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫേസ് ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഫേസ് വെച്ചു. ഓക്കെ, കണ്ടോ, ഓൾറെഡി ഫേസ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഫേസ് എൻറോളിങ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനി ഇതിൽ എൻ്റെ ഫേസ് ഐ ഡി വെച്ചിട്ടുള്ള ലോക്കിംഗ് സിസ്റ്റം, ഫോൺ അൺലോക്കിങ്ങും വളരെ ഓക്കെ കഴിഞ്ഞു. അൺലോക്കായി വളരെ സ്പീഡായിട്ട് തന്നെയാണ് ഫേസ് അൺലോക്ക് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ ഏതൊക്കെ ബ്ലോട്ട് വെയേഴ്സ് ഉണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, നെറ്റ്ഫ്ലിക്സിൻ്റെ ആപ്പും അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ എല്ലാ ആപ്പുകളും ഇതിലുണ്ട്. ഗൂഗിൾ വണ്ണും ഹോമും ജിപേ, ഗൂഗിൾ TV, മീറ്റ്, അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനും ഇതിൽ ഗൂഗിളിൻ്റേതായിട്ടുള്ള അതും പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഇനി നമുക്കിതിൻ്റെ മറ്റ് വിശേഷങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ഓക്സിജൻ OS ആണ്. അപ്പോൾ ഇവിടെ ഒരു 253 MB ഉള്ള ഒരു അപ്ഡേറ്റ് കൂടെ ഫോൺ ഓണായി വന്നപ്പോൾ ഇവിടെ ഒരു അപ്ഡേറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനതിപ്പോൾ ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം. 16 GB റാമും 256 GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ളതാണ്. ഇതുകൂടാതെ ഇതിന് താഴെ ഒരു വേരിയൻ്റ് കൂടെ വരുന്നുണ്ട്. അത് 128 GB ഇൻറ്റേർണൽ മെമ്മറി വരുന്നതാണ്. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ UFS 4.0 ആണ് സ്റ്റോറേജ് ടൈപ്പ് വരുന്നത്. അതിൽ 3 ആണ്. അത് കുറച്ചും കൂടി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴൊക്കെ കുറേ കൂടി നല്ല സ്മൂത്തായിട്ടുള്ള, കുറേ കൂടി ആ ഒരു നമുക്ക് വിസിബിളായിട്ടുള്ള, നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് സ്പീഡ് നമുക്ക് ഈ ഒരു 16 GB 256 GB വേരിയൻറ്റിൽ നമുക്ക് ഫീൽ ചെയ്യും. ബാക്കി എല്ലാ സ്പെക്കും ബാക്കി എല്ലാ കാര്യങ്ങളും 128 GB വേരിയൻറ്റുമായിട്ട് സെയിം ആണ്. ബാക്കി ഡീറ്റെയിലുകളെല്ലാം സ്പെക്കെല്ലാം ഇവിടെ ഓൾറെഡി ഇവിടെ എബൌട്ടിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നിലവിൽ ഉപയോഗിക്കുന്ന മറ്റൊരു OnePlusൻ്റെ ഫോണാണ് Nord 2. അതിൽ ശരിക്കും എബൌട്ട് സെക്ഷനിലോട്ട് വന്ന ഇത്തരത്തിലുള്ള ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും എഴുതിയിട്ടില്ല. രണ്ടിൻ്റെയും സോഫ്റ്റ്വെയർ വേർഷൻ വ്യത്യാസമുണ്ട്. ഇത് ആൻഡ്രോയിഡ് 12 ആണ്, അതേപോലെ തന്നെ ഓക്സിജൻ OS 12.1 ആണ്. ഇത് വരുമ്പോൾ ആൻഡ്രോയിഡ് 13 ആണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ക്യാമറ സെൻസറുകൾ, ഫ്രണ്ട് 16 മെഗാപിക്സലിൻ്റെ, റിയർ 50 മെഗാപിക്സൽ, 48 മെഗാപിക്സൽ, 32 മെഗാപിക്സൽ, അങ്ങനെ 3 മൊഡ്യൂളുകളാണ് വരുന്നത്. അതുകൂടാതെ ഒരു നല്ലൊരു LED ഫ്ലാഷ് കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഈ ഒരു എബൌട്ട് സെക്ഷനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ആ ഒരു ഹാൻഡ്സ് ഓൺ ഫീൽ, ആ ഒരു ഇൻ ഹാൻഡ് ഫീൽ തന്നെയാണ്. വളരെ ആ ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല വലുപ്പമുള്ള ഫോണാണ്. 6.7 ഇഞ്ച്, നല്ല നീളത്തിൽ നല്ല രസമുള്ള ഫോണാണ്. പക്ഷേ ആ ഒരു വെയിറ്റ് നല്ല വെൽ ബാലൻസ്ഡ് ആണ്, അടിപൊളിയായിട്ടുണ്ട്. ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള LTPO3 ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് ആണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നത്. ബാക്കിൽ ഗോറില്ല ഗ്ലാസ് 5 ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് അലുമിനിയം ഫ്രെയിമാണ്. ഇവിടെ നമ്മളുടെ OnePlus 10 Pro 10 സീരീസുകൾക്ക് സംഭവിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളുടെ ജെറി റിഗ് എവരിത്തിങ് എന്ന് പറയുന്ന അത്യാവശ്യം ഫോണിൻ്റെ ഡ്യൂറബിലിറ്റി എല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ 10 Pro ഇവിടെ വെച്ച് ഒടിയുകയാണ് ഉണ്ടായത്. അദ്ദേഹം അത് ഇത്തരത്തിൽ വളച്ചപ്പോൾ ഇവിടെ വെച്ച് ഒടിയുകയാണ് ഉണ്ടായത്. ആ സെയിം പ്രോബ്ലം ഈ ഒരു ഫോണിനും വരാനുള്ള സാധ്യത ഒരുപാടുണ്ട്. കാരണം ഈ ആൻറ്റിനയുടെ കട്ടൗട്ട് വരുന്നത് ശരിക്കും ഈ ക്യാമറയോട് ചേർന്ന് ഇവിടെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഡിസൈനിൽ കാര്യമായിട്ടുള്ള മാറ്റം ഇവിടെ വന്നിട്ട്, ഇതൊരു ഇച്ചിരി മുകളിലോട്ടോ അല്ലെങ്കിൽ ഇച്ചിരി താഴോട്ടോ ആയിരുന്നെങ്കിൽ ആ ഒരു ഒടിയുന്ന പ്രശ്നം വരാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. എനിവേ, ഇതെന്തായാലും എനിക്കിത് വളച്ച് നോക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് ജെറിയണ്ണൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്.
അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മൊത്തത്തിൽ ഓവറോൾ മേക്ക് വരുന്നത്. എന്തായാലും ഇപ്പോഴത്തേക്ക് ഇത് കാണാനായിട്ട് ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഇതിൽ മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇപ്പം നിലവിൽ തോന്നുന്നില്ല. പിന്നെ ഇതിൽ വരുന്നത് ബ്ലൂടൂത്തിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് 5.3 ആണ്. അതേപോലെ തന്നെ വൈഫൈ വേർഷൻ 7 ആണ്. 15 ബാൻഡുകളോളം സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. ആ ഒരു ഏരിയയിലും ഇതിൽ യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല. അപ്പം നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് 5G വന്നാലും വരുന്ന വരെ 4Gയിൽ ഉപയോഗിക്കാം, 5G വന്നാൽ ഇനി 5Gയിൽ നമുക്ക് ഉപയോഗിക്കാം. അവിടെയും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 5000 mAh ബാറ്ററിയാണ്. 5000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ കുറവാണോ കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ 100 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 100 വാട്ട് ചാർജിങ് സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഒരു 10 മിനിറ്റൊക്കെ ഇപ്പോൾ 0 ആയിട്ട് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് താഴെ കുത്തിയിട്ടാലും എങ്ങനെ പോയാലും ഒരു 50% മുകളിൽ ഇത് ചാർജ് ആവും. 5000 mAh ബാറ്ററി എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സഫീഷ്യൻ്റ് ആണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പറയാനായിട്ടില്ല. പിന്നെ 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാം. ഈ ഒരു 16 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഫുൾ HD മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. 4Kയിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് അവിടെ സാധിക്കില്ല. അവിടെ നമുക്ക് 1080യിൽ മാത്രമാണ്, അതും 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമുക്ക് അവിടെ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുക. ബാക്കിലെ സെൻസർ നമുക്ക് 8K വരെ 8K 24 FPS വരെ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുമ്പോൾ ഇവിടെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ വിത്ത് 4K കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീക്കർ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് നോക്കാം. ഇതിൻ്റെ സ്റ്റീരിയോ സ്പീക്കറാണ്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെയാണ്, ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, പക്ഷെ ഓക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാനൊരു 1 വീക്ക് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഞാനിത് ഉപയോഗിച്ചതിന് ശേഷം ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഈ ഒരു ഫോൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള, അത്യാവശ്യം നല്ല സൗണ്ട് ഉള്ള, നല്ല ഒരു വൈബ്രേഷനുള്ള, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണല്ലോ നമുക്ക് ശരിക്കും ഫിസിക്കലി നമുക്കറിയാവുന്ന കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ പ്രൊസസ്സറും ബാക്കി കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്ത് വരുമ്പോഴാണ് പിന്നീട് നമുക്കിത് എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഇത്ര മാത്രം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ബൈ, ടേക്ക് കെയർ.